കോട്ടയം മെഡിക്കൽ കോളേജിൽ 14-ാം വാർഡിനോട് ചേർന്ന ഭാഗത്ത് ശുചിമുറി സമുച്ചയം ഇടിഞ്ഞു വീണു. ശുചിമുറിക്കുള്ളിൽ കുടുങ്ങിയ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടു. തലലപ്പറമ്പ് കുന്നിൽ വിശ്രുതന്റെ ഭാര്യ ബിന്ദുവാണ് മരിച്ചത്. ബിന്ദുവിന്റെ മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്കാണ് ആശുപത്രിയിലെത്തിയിരുന്നത്. രാവിലെ കുളിക്കുന്നതിനായി 14-ാം വാർഡിന്റെ 3-ാം നിലയിൽ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരിക്കേറ്റു. 2.5 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശേഷങ്ങൾക്കടിയിൽപ്പെട്ട ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഉള്ളിൽ ആള് കുടുങ്ങിയിട്ടുണ്ടെന്നും ആളുടെ ഫോൺ മറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെന്നും ശുചിമുറിയിൽ പോയ ഇവർ രോഗിയായി കിടക്കുന്ന മകളുടെ അടുത്ത് തിരികെ എത്തിയിട്ടില്ലെന്നും തലൽപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ ഭർത്താവ് അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. അപകടാവസ്ഥയിൽ കെട്ടിടത്തിൽ രോഗികളെ ചികിത്സിക്കുന്നത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ആൾക്കാരുടെ ഭയങ്കരമായ വലിയ ബഹളവും ഒച്ചപ്പാടുമെല്ലാം കേട്ടു. പെട്ടെന്ന് തന്നെ ഞാനുകൂടി അവിടെ നോക്കുമ്പം ഭയങ്കര നിലവിളി കേൾക്കുക മാത്രമല്ല, ആൾക്കാർ കിട്ടിയ പഴുതിൽ കൂടെ എല്ലാം ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെടാൻ വേണ്ടി ഓരോരുത്തർ ഓടുകയും ചാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നത്. പെട്ടെന്ന് തന്നെ നോക്കുമ്പം 1-2 പേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന രംഗം കണ്ടു. അതിനുശേഷമായിട്ട് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാനും ആ സമയത്ത് പെട്ടെന്ന് ഇവിടെ ഇറങ്ങി തിരിച്ച് പോകുന്ന 3-4 പേര് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഭാഗമാണ്. ഈ അപകടാവസ്ഥയിലായ ഘട്ടങ്ങൾ ഇതിൻ്റെ സ്ഥാപനകാലം മുതലേ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തൊട്ടപ്പുറത്ത് നിറയെ രോഗികളുമായിട്ട് നിൽക്കുന്ന മറ്റു വാർഡുകൾ. അതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ചുറ്റിയൊക്കെ അടർന്ന് ഏത് നിമിഷവും താഴെ വരാവുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അടിയന്തരമായി പുതിയ വാർഡ് തുറന്നുകൊണ്ട് ഈ അപകടാവസ്ഥയെ തരണം ചെയ്യാനുള്ള ഒരു പരിശ്രമം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള അപകടകരമായ ഘട്ടങ്ങളിൽ അടിയന്തരമായി പൊളിച്ചു മാറ്റി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം മെഡിക്കൽ അധികാരികളെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിനു മുന്നേ അതിലിപ്പം ഈ പുതിയൊരു കെട്ടിടം ഇപ്പം പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങൾ ഈ വാർഡുകൾ ഷിഫ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ നമ്മൾ ഇത്രയും രോഗികൾ പാർപ്പിക്കുന്ന ഇതുപോലെ ഒരു അൺഫിറ്റായ ഒരു കെട്ടിടത്തിൽ എങ്ങനെ ചികിത്സ നടത്താൻ സാധിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും വിശകലനം ചെയ്യേണ്ട. 1954-57 കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടമാണ് കനത്ത മഴയെ തുടർന്ന് കുതിർന്ന് തകർന്നു വീണത്. ഈ കെട്ടിടങ്ങൾക്കൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് ആർപ്പുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രതികരിച്ചു. അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ രോഗികളെ ചികിത്സയ്ക്കായി കിടത്തിയതും മറ്റും ഗൗരവതരമായി കാണേണ്ടതുണ്ടെന്നും ഇത്തരത്തിൽ ഉപയോഗയോഗ്യമല്ലാത്ത കെട്ടിടം എങ്ങനെ പ്രവർത്തന സജ്ജമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ടെന്നും മോൻസ് ജോസഫ് MLA പ്രതികരിച്ചു. നേരിട്ട് കാണുമ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിനകത്ത് ഇപ്പം ബക്കറ്റ്, വീൽ ചെയർ, ആളുകളുടെ ഡ്രസ്സ് ഇതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇടിഞ്ഞു വീണ് കൂട്ടത്തിൽ താവട്ട് പോകുന്നു. അപ്പോൾ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് പറയുന്നതിനകത്ത് അപ്പോൾ അത് വാസ്തവമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മേളിൽ എന്തായാലും ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നതനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് തന്നെയാണ് കാണാൻ. അതിൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിടമെല്ലാം കണ്ടിട്ട് അതിൻ്റെ ബീം ഉൾപ്പെടെ താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കകത്ത് അപാകതയുണ്ടെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നതായിട്ട് ഉപയോഗിക്കാത്തതായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരു അപകടം ഉണ്ടായി. ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു. അവിടെ ഇപ്പോൾ ഈ 2 മണിക്കൂറായി സംഭവം ഉണ്ടായിട്ട് ഇതുവരെ നമുക്ക് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഫയർ എഞ്ചിൻ എത്താനുള്ള മാർഗം പോലും കൂടിയില്ല. അപ്പോൾ ഇങ്ങനെ അടച്ചു കെട്ടിയത് ഉണ്ടാക്കിയാൽ രോഗികൾ കിടക്കുന്ന കഴിഞ്ഞ ദിവസം ഇവിടെ തീപിടുത്തം ഉണ്ടായി. ഞങ്ങൾ മനസ്സിലാക്കുന്ന തീപിടുത്തം ഉണ്ടായപ്പം ആ തീപിടുത്തം ഉണ്ടായ ഭാഗത്ത് ഫയർ എഞ്ചിൻ എത്താൻ പറ്റുന്നില്ല. ഏറെ സമയത്തെ കാത്തിരിപ്പിനും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് 2 ഹിറ്റാച്ചുകളും JCB ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. വളരെ വൈകി നടത്തിയ തെരച്ചിലിലാണ് തലൽപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ കെട്ടിടത്തിനുള്ളിൽ കണ്ടെത്തിയത്. അപകടം നടന്നയുടൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. വലിയ ശബ്ദത്തോടെ കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കമുള്ളവർ ഇവിടെ നിന്നും ഓടി മാറുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി അടക്കം പോലീസ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല.